എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് വർഷങ്ങളായി വിവാദങ്ങളും ചർച്ചകളും ഉയർത്തിയ ഒരു വിഷയത്തെക്കുറിച്ച് നോക്കാം. വഖഫ് നിയമം. വഖഫ് നിയമം എന്താണ്, എപ്പോഴാണ് ഇത് നടപ്പിലായത്, എങ്ങനെ ഇതിനെതിരെ പ്രതിഷേധം ഉത്ഭവിച്ചിരിക്കുന്നു, ഒപ്പം ഇതിൻ്റെ സ്വാധീനം എന്തായിരിക്കും എന്നത് ഈ വീഡിയോയിലൂടെ കാണാം. വഖഫ് നിയമം എന്താണ്? വഖഫ് എന്നത് ഇസ്ലാമിക നിയമപ്രകാരം ദാനമായ സ്വത്ത് അല്ലെങ്കിൽ പണം ദാനപരിപാടികൾക്കും ദൈവ ആരാധനയ്ക്കും ഉപയോഗിക്കുന്നതിന് സമർപ്പിക്കുന്നത് എന്നാണ്. ഈ സമ്പത്ത് ദാനമാക്കുന്നവനെ വഖഫ് എന്ന് വിശേഷിപ്പിക്കുന്നു. വഖഫ് ആക്ട് ഒരു ഇന്ത്യൻ ലോയാണ്. ഇതിന് ലക്ഷ്യം വഖഫ് പ്രോപ്പർട്ടീസ് മാനേജ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ആണ്. വഖഫ് അഥവാ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പ്രോപ്പർട്ടി ഡൊണേറ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി റിലീജിയസ് ഓർ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയാണ്. വഖഫ് ആക്ട് ആദ്യം 1954 വന്നത്, പിന്നെ 1995 അപ്ഡേറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ ഗോൾ വഖഫ് പ്രോപ്പർട്ടീസ് ശരിയായി ഉപയോഗപ്പെടാനും പ്രോപ്പർ മാനേജ്മെൻറ്റ് ഉറപ്പാക്കുക എന്നതുമാണ്. വഖഫ് പ്രോപ്പർട്ടീസ് എന്നത് ലാൻഡ്സ്, ബിൽഡിങ്സ് ഓർ എനി അസറ്റ്സ് ആയിരിക്കും. ഇതിൻ്റെ വഴി കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് ചെയ്യാനും റിലീജിയസ് പർപ്പസ് ലൈക്ക് മോസ്ക്, മദ്രസാസ് ഓർ ചാരിറ്റബിൾ വർക്ക്സ്, ഹോസ്പിറ്റൽ, സ്കൂൾസ് ചെയ്യാനുമാണ്. ഇത് മുസ്ലിങ്ങൾക്ക് എങ്ങനെ പ്രശ്നമാകുന്നു? ഗവൺമെൻറ് കൺട്രോൾ. വഖഫ് ആക്ടിൽ പ്രധാന ഇഷ്യൂ ഗവൺമെൻറ് കൺട്രോളാണ്. വഖഫ് ബോർഡ് സർക്കാരിൻ്റെ പ്രതിനിധികളാൽ ഉള്ള ഒരു ബോർഡുകൾ വഖഫ് പ്രോപ്പർട്ടീസ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് സൂപ്പർവൈസിങ് ചെയ്യുന്നതിൽ കൺട്രോൾ ഉണ്ടാകുന്നു. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റീസ് ഇൻഡിപെൻഡൻസിനെ ലിമിറ്റ് ചെയ്യുന്നു. അവർക്കുള്ള റിലീജിയസ് ഓട്ടോണമി നഷ്ടപ്പെടും എന്ന് അവർ കരുതുന്നു. നോൺ മുസ്ലിം മെമ്പേഴ്സ് ഇൻ വഖഫ് ബോർഡ്സ്. വഖഫ് ബോർഡിൽ നോൺ മുസ്ലിം മെമ്പേഴ്സ് ചേർക്കാൻ നിയമം അനുവദിക്കുന്നു. ഇത് വലിയ കോൺട്രവേഴ്സിയുണ്ട്. മുസ്ലിം ഗ്രൂപ്പ്സ് പറയുന്നു നോൺ മുസ്ലിം ഡിസിഷൻ മേക്കിങ്ങിൽ ഇടപെടുന്നത് മുസ്ലിം പ്രോപ്പർട്ടീസിനും ഇതിൽ ഇൻ്റർഫിയറൻസ് ഉണ്ടാകും എന്നതാണ്. എക്സസ് ഗവൺമെൻറ് ഓവർസൈറ്റ്. വഖഫ് പ്രോപ്പർട്ടീസിൻ്റെ യൂസിലെയും മാനേജ്മെൻറ്റിലെയും ഗവൺമെൻറ്റിൻ്റെ എക്സസീവ് കൺട്രോൾ ഉണ്ടാക്കുക. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റീസിൻ്റെ സെൽഫ് ഗവേണൻസിനെ ഹിൻഡർ ചെയ്യും എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. പ്രതിഷേധം എങ്ങനെ? വൈ ആർ പീപ്പിൾ പ്രൊട്ടസ്റ്റിംഗ്? വഖഫ് ആക്ടിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർ റിലീജിയസ് ഓട്ടോണമിന് വേണ്ടിയാണ്. മുസ്ലിം ഓർഗനൈസേഷന് തികഞ്ഞ വിശ്വാസം ഈ ലോ ഗവൺമെൻറ് ഇൻ്റർവെൻഷനെ വർദ്ധിപ്പിക്കുകയും മുസ്ലിം പ്രോപ്പർട്ടീസിലെ ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടുത്തുകയും ചെയ്യും എന്നതാണ്. Major reasons for protest: government interference in religious matters, non-Muslim involvement in decision making of Muslim properties, fear of misuse or mismanagement of properties എന്നിവയാണ്. നമുക്ക് കൺക്ലൂഷനിലേക്ക് കടക്കാം. വഖഫ് ആക്ടിൻ്റെ ഒറിജിനൽ പർപ്പസ് വഖഫ് പ്രോപ്പർട്ടീസിനും പ്രോപ്പർ മാനേജ്മെൻറ്റും എഫിഷ്യൻസിയും എത്തിക്കുക എന്നതാണ്. എങ്കിലും മുസ്ലിംസിന് ഇതിൻ്റെ കൺട്രോൾ കിട്ടുന്നില്ല എന്നതാണ് അവർ പറയുന്നത്. ഗവൺമെൻറ് കൺട്രോൾ എല്ലാത്തിലും ഉണ്ടാകുന്നു, റിലീജിയസ് ഫ്രീഡമിനെ വയലേറ്റ് ചെയ്യാൻ ഇടയാക്കുന്നു. സോ വഖഫ് ആക്ടിന് റൈറ്റ് ബാലൻസ് വേണം, ഗവൺമെൻറ് സൂപ്പർവിഷനിലും റിലീജിയസ് ഓട്ടോണമിയും റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട്. റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. വഖഫ് ആക്ടിൽ പുതിയ മാറ്റങ്ങൾ വരുന്നു. 2025 ഏപ്രിൽ 3 വഖഫ് അമെൻമെൻറ്റ് ബിൽ ലോക്സഭയിൽ താൽക്കാലികമായി അംഗീകരിച്ചു. അത് വഖഫ് പ്രോപ്പർട്ടീസിൻ്റെ ഗവൺമെൻറ് കൺട്രോൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. വഖഫ് ബോർഡിൽ നോൺ മുസ്ലിം മെമ്പേഴ്സ് ഉൾപ്പെടുത്തുന്നതിന് അനുമതി നൽകുന്നു. 2025 ഏപ്രിൽ 5 പ്രസിഡൻഷ്യൽ അംഗീകാരം ലഭിച്ച് 2025 ഏപ്രിൽ 8 നിയമം നടപ്പിൽ വന്നു. ഇപ്പോൾ സുപ്രീം കോർട്ടിൽ വഖഫ് ആക്ടിനെതിരെ മുസ്ലിം ഓർഗനൈസേഷൻസിൻ്റെ പെറ്റീഷൻ നിലവിൽ പിണ്ഡമായിരിക്കുന്നു. സുപ്രീം കോർട്ട് ഈ വിഷയത്തെ 2025 ഏപ്രിൽ 16 പരിഗണിക്കും. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇൻഡിപെൻഡൻസിനെ ചോദ്യം ചെയ്യുന്നതായി കാണപ്പെടുന്നു. ഗവൺമെൻറ് ഇൻ്റർവെൻഷനു എതിരായ ഒരു നേഷണൽ വൈഡ് ഡിബേറ്റും പ്രൊട്ടസ്റ്റും ഇപ്പോൾ തുടരുകയാണ്. താങ്ക് യു.